രോഗകാരണങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഇതിലേറ്റവും പ്രസക്തമായിട്ടുള്ളത് ഒരു ഇൻ്റർഹാർട്ട് സ്റ്റഡി എന്നുള്ളതാണ്. 52 രാജ്യങ്ങളിൽ 30,000-ലധികം രോഗികൾ, 70 വയസ്സിന് മുൻപേ ആദ്യത്തെ ഹൃദയാഘാതം വന്നവർ, ഇവരിൽ പ്രധാനമായിട്ടുള്ള 9 ഘടകങ്ങളെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിലേറ്റവും പ്രസക്തമായത് കൊളസ്ട്രോളിലുള്ള ചില അപാകതകളാണ്. കൂടാതെ സൈക്കോ സോഷ്യൽ സ്ട്രെസ്സ്, സ്മോക്കിംഗ്, ഇവ മൂന്നുമാണ് ഏറ്റവും പ്രധാന ഘടകങ്ങൾ. കൂടാതെ ഹൈപ്പർ ടെൻഷൻ, അതായത് രക്താതിസമ്മർദ്ദം, പ്രമേഹം, ഒബീസിറ്റി, നമ്മുടെ പൊണ്ണത്തടി, ആൽക്കഹോളിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, നമ്മൾ വേണ്ട രീതിയിൽ ശാരീരിക പ്രവർത്തനങ്ങൾ വ്യായാമത്തിൽ ഏർപ്പെടാതിരിക്കുന്ന അവസ്ഥ, മദ്യത്തിൻ്റെ ഉപയോഗം, ഇതൊക്കെയാണ് ബാക്കിയുള്ള 6 ഘടകങ്ങൾ. ഈ ഘടകങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സാണ്, നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാവുന്ന റിസ്ക് ഫാക്ടേഴ്സാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഘടകവിരുദ്ധമായിട്ട് ചില കാരണങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. ഉദാഹരണമായിട്ട് പ്രായം, നമ്മൾ മെയിലോ ഫീമെയിലോ എന്നത്, ജനിതക ഘടകങ്ങൾ, കുടുംബപരമായിട്ടുള്ള രോഗമുണ്ടാകാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ ഇത്തരം മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സിൻ്റെ പ്രസക്തി വർദ്ധിക്കുകയാണ്. ഇത് കൂടുതലായിട്ട് മാറ്റിയെടുക്കേണ്ടത് രോഗാവസ്ഥ വരാതിരിക്കാനായിട്ട്, പ്രതിരോധാത്മകമായിട്ട് നമുക്ക് രോഗത്തിൻ്റെ സാധ്യത പരമാവധി കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇതുകൊണ്ട് തന്നെ നമുക്ക് പറയാം 80% ഹൃദയാഘാതവും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് ഈ രീതിയിലാണ്.